ചേട്ടാ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഡെവലപ്പായ ഒരു കാലത്ത് നമ്മൾ പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് അറിയുന്നു, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആരും അറിയാതിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പല ആളുകളുടെ ജീവിതങ്ങൾ നമ്മൾ അറിയുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ മൊബൈലിലൊക്കെ ക്യാമറയുള്ള മൊബൈലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്ന് അറിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് അപ്പോൾ തന്നെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൽ എഴുതിയാൽ മതി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് അതൊരു ജീവിത കഥയായി, ജീവിത വിജയ കഥയായി മാറിയ ഒരു പത്മാവതി അമ്മ, അവരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ചേട്ടൻ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു. തീർച്ചയായും. പത്മാവതി ഹരിഹരൻ എന്നാണ് പേര്. പത്മാവതി ഹരിഹരൻ 42-ാം വയസ്സിലാണ് BCom എടുക്കുന്നത്. 50-ൽ CA നേടുന്നു. 86-ാം വയസ്സിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അതായത് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്ന പോലെ വയസ്സ് വെറും ഒരു അക്കങ്ങൾ മാത്രം, നമ്പറുകൾ മാത്രമാണ്. നമുക്കറിയാം, പലരെയും പലരുടെ ജീവിതവും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓരോരുത്തരുടെയും ജീവിതം നമുക്ക് കാണിച്ചു തരുന്നതും അതുതന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വിദ്യാഭ്യാസത്തെക്കുറിച്ചും അത് നേടിയെടുക്കേണ്ട പ്രായത്തെക്കുറിച്ചും എന്തുമാത്രം അബദ്ധമായ ധാരണകളാണ് നമ്മൾ വെച്ച് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ഇന്ദ്രൻസ് തന്നെ ഇപ്പോൾ SSLC പരീക്ഷ എഴുതുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പിന്നീട് പഠിക്കണമെന്നുള്ള ആഗ്രഹം തോന്നുമ്പോൾ പിന്നീട് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ ഈ പത്മാവതി ഹരിഹരൻ എന്ന് പറഞ്ഞ ആ അമ്മ 42-ാം വയസ്സിലാണ് BCom പാസ്സായി. 50 വയസ്സിൽ CA നേടി. 86-ാം വയസ്സിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി ജോലി നേടുന്നു. അപ്പോൾ 86-ാമത്തെ വയസ്സിൽ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കൊല്ലത്തൊരു അമ്മയുണ്ടായിരുന്നു, 100-ാം വയസ്സിൽ SSLC പരീക്ഷ എഴുതിയ അമ്മ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഈ പത്മാവതി ഹരിഹരൻ. വേറൊരു കാര്യം, ഇവരുടെ വിജയകഥ കാണുമ്പോൾ നമ്മുടെ VS-നെ ഓർമ്മ വരും. VS-ന്റെ ഒരു കാലഘട്ടം ആരംഭിക്കുന്നത് 70 വയസ്സിന് ശേഷമാണ്. ശരിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നത് 80 വയസ്സിന് ശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. അതായത് VS ആയി വന്നത് 70 വയസ്സിന് ശേഷമാണ്. അതെ. അത് പ്രായം ഒരു ഘടകമേ അല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു പാകത, അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള ഒരു ആർജവം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാശി, ഇതൊക്കെയാണ് പ്രധാനം. അപ്പോൾ മധുര സ്വദേശി പത്മാവതി ഹരിഹരൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് ആദ്യത്തെ എൻട്രൻസ് എക്സാമിന് തന്നെ ആശിച്ച വിഷയം കിട്ടാത്തതിന് ജീവിതം കൈവിട്ടവരെ പോലെ പെരുമാറുന്ന, ഫുൾ A+ ലഭിക്കാത്തതിന് ആത്മഹത്യ ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിൽ പത്മാവതി ഹരിഹരൻ്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. വിദ്യാധനത്തിൻ്റെയും ജീവിത വിജയത്തിൻ്റെയും കൈപ്പുസ്തകം എന്ന് തന്നെ പറയാം. തമിഴ്നാട് മധുരയിൽ ജനിച്ച പത്മാവതിയുടെ ചെറുപ്പത്തിലെ ആഗ്രഹം ഒരു ബിരുദധാരിയാകണമെന്ന് മാത്രമായിരുന്നു. പക്ഷേ 17-ാം വയസ്സിൽ അവരുടെ വിവാഹം കഴിഞ്ഞു. കുടുംബജീവിതവും കുട്ടികളുടെ കാര്യങ്ങളുമായി വർഷങ്ങൾ കടന്നുപോയി. എങ്കിലും വിദ്യ നേടണമെന്ന അടങ്ങാത്ത ആഗ്രഹം മനസ്സിൻ്റെ അടിത്തട്ടിൽ ഉമിത്തി പോലെ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ മധുര കാമരാജ് സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ 42-ാം വയസ്സിലാണ് പത്മാവതി BCom പാസ്സായത്. ഈ പ്രായത്തിലും പഠിക്കാനുള്ള പത്മാവതിയുടെ താല്പര്യം കണ്ട ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് VS മണിയാണ് CA പഠിക്കാനുള്ള വഴിയിലേക്ക് നയിച്ചത്. ചെറുപ്പക്കാർക്ക് പോലും കടുകട്ടിയായ CA പഠനത്തിലേക്ക് 42 വയസ്സ് കഴിഞ്ഞൊരു വീട്ടമ്മ കടന്നു വരുമ്പോഴുള്ള ആശങ്കയിൽ പത്മാവതി ഒന്ന് മടിച്ചു നിന്നു. തൽക്കാലം MComന് ചേർന്ന് സമാന്തരമായി CAക്ക് ശ്രമിക്കാമെന്ന നിർദ്ദേശമാണ് VS മണി നൽകിയത്. ഒടുവിൽ 45-ാം വയസ്സിൽ പത്മാവതി ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിന് ചേർന്നു. പാസ്സാകുമ്പോൾ പ്രായം 50. ഓരോ പേപ്പറും കഠിന കടമ്പയായ CAയിലെ എല്ലാ പേപ്പറും ആദ്യ ശ്രമത്തിൽ തന്നെ മറികടന്നാണ് പത്മാവതി ആ ചരിത്ര വിജയം നേടിയത്. അപ്പോഴേക്കും 3 മക്കളുടെ അമ്മയായിരുന്നു അവർ. കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് തന്നെ CA പോലൊരു ശ്രമകരമായ പഠനപാതയിൽ വിജയിച്ച പത്മാവതി എക്കാലവും ഒരു അത്ഭുതവും വഴികാട്ടിയുമായിരിക്കും. അടുക്കള ജോലിക്കിടയിലും പഠനം നടത്തുന്നതിനായി ചുമരിൽ കുറിപ്പുകൾ എഴുതിയിട്ടു. വീടിനകത്ത് നടക്കുമ്പോഴൊക്കെ പഠനം മുന്നേറി. അയൽവാസികളുമായുള്ള ഇടപെടൽ ഒഴിവാക്കാൻ വീട് പൂട്ടിയിട്ട് പഠിച്ച സമയം പോലും ഉണ്ടെന്ന് പത്മാവതി ഓർമ്മിപ്പിക്കുന്നു. MComഉം CAയും സമാന്തരമായി പഠിച്ചതിൻ്റെ വെല്ലുവിളിയായിരുന്നു മറ്റൊന്ന്. ഒരേ ദിവസം MComൻ്റെയും CAയുടെയും പരീക്ഷകൾ വരെ എഴുതേണ്ടി വന്നിട്ടുണ്ട്. വീട്ടിൽ ബന്ധുക്കൾ താമസിക്കാൻ വരുന്ന ദിവസങ്ങളിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് വേണം പരീക്ഷാ ഹാളിലേക്ക് ഓടാൻ. ഇതിനിടയിലും വീടിന് സമീപത്തെ സംഗീത സംഘത്തിൽ സജീവമായിരുന്നു പത്മാവതി. പഠന തിരക്കുകൾക്കിടയിൽ എവിടെയും പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. അമ്മയുടെ വിജയ വഴി പിന്തുടർന്ന ഇളയ മകനും CA പ്രൊഫഷൻ സ്വീകരിച്ചു. ആദായ നികുതി വകുപ്പിൽ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന ഭർത്താവ് ഈ ഹരിഹരൻ്റെ പിന്തുണയില്ലായിരുന്നെങ്കിൽ തനിക്ക് പ്രായത്തെ തോൽപ്പിച്ച വിജയങ്ങളൊന്നും സാധ്യമാകില്ലെന്ന് പത്മാവതി പറയുന്നു. 73-ാം വയസ്സിൽ 98% മാർക്കോടെ സംസ്കൃത ഭാരതി പരീക്ഷ കൂടി ജയിച്ച് പ്രായത്തെ തോൽപ്പിക്കാൻ മനോബലത്തിന് സാധിക്കുമെന്ന് വീണ്ടും പത്മാവതി തെളിയിച്ചു. ഇപ്പോൾ 86-ാം വയസ്സിലും ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്ന പത്മാവതിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്
ഈ ഒരു വാചകം മാത്രമാണ്. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, വിജയം നിങ്ങളെ കൈവിടില്ല. ഇത് വായിക്കുന്ന നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക, അല്ലെങ്കിൽ നമ്മൾ ഇത് അവതരിപ്പിക്കുന്ന നമ്മൾ തിരിച്ചറിയുക, നിശ്ചയദാർഢ്യത്തിൻ്റെ വഴി വിജയത്തിലേക്കുള്ളത് മാത്രമാണ്. അപ്പോൾ അതായത് നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി പരിശ്രമിച്ചാൽ ഈ ലോകം മുഴുവൻ നമ്മോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞത് ആരായിരുന്നു? കൊയ്ലോ. അതെ. അപ്പോൾ അതുപോലെ ഈ പറഞ്ഞതുപോലെ ഏതായാലും പത്മാവതി ഹരിഹരൻ്റെ ഈ വിജയം നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രചോദനം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ VS മരിച്ച അല്ലെങ്കിൽ VS അന്തരിച്ച ഈ ഒരു നിമിഷത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സമയത്തും നമ്മൾ VSനെ ഓർക്കുമ്പോഴും അദ്ദേഹം പ്രായത്തെ വെല്ലുന്ന, അല്ലെങ്കിൽ പ്രായത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയ 102-ാം വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കഠിന പ്രയത്നത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും കഥകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. കിടപ്പിലായ ആൾ പോലും അവിടെ കിടന്നുകൊണ്ട് ബിസിനസ് നടത്തുന്നു. ദൈവം നമുക്ക് എല്ലാവിധ കഴിവുകളും അല്ലെങ്കിൽ അംഗവൈകല്യമില്ലാതെ, രോഗങ്ങളില്ലാതെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് ഇവിടുത്തെ ഈ പത്മാവതി ഹരിഹരൻ്റെ വിജയവും നമുക്ക് കാട്ടിത്തരുന്നത്. അല്ലെങ്കിൽ ഈ 86-ാം വയസ്സിലും ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്, അതോടൊപ്പം തന്നെ വളരെ എൻഗേജ്ഡായി ഇരിക്കുക ജീവിതത്തിൽ എപ്പോഴും. നമ്മൾ ഈ എപ്പോഴും ടെൻഷനും മറ്റു കാര്യങ്ങളും ഉള്ള ഒരു ജീവിത ക്രമമാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മൾ തിരക്കുകളിലേക്ക് അമർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടെൻഷനെല്ലാം ഒഴിവാകും. അതോടൊപ്പം തന്നെ ഈ ജോലികൾ ചെയ്ത് തീർക്കുന്നതനുസരിച്ച് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ക്ഷീണം വരികയും പിന്നീട് നന്നായി ഉറങ്ങാൻ കഴിയുകയും ചെയ്യും. അടുത്ത ദിവസവും തിരക്കുകളിലേക്ക് എൻഗേജ്ഡ് ആവുകയും ചെയ്താൽ ഒരു പരിധിവരെ ഈ ടെൻഷനുകളും മറ്റുമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കുട്ടികളടക്കം ഇത് കാണേണ്ടത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ പോലും ഈ ഇത്തരത്തിലുള്ളവരുടെ ജീവിതം കണ്ടു പഠിക്കേണ്ടതാണ്. കുട്ടിക്കാലത്തൊക്കെ ഇവർ അനുഭവിച്ചു, പഠിക്കാൻ കഴിഞ്ഞില്ല, ഒരുപാട് ദാരിദ്ര്യത്തിലൂടെയാണ് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റിയില്ല. ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഏറെക്കുറെ ഒരു 70% കുട്ടികൾക്കും ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം മാതാപിതാക്കളെല്ലാം കൃത്യമായി അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. പഠിച്ചാൽ മാത്രം മതി. പണ്ടത്തെ പോലുള്ള ദാരിദ്ര്യം ഇപ്പോൾ ഇല്ല. സർക്കാരും അക്കാര്യത്തിലൊക്കെ ഈ സ്കൂളുകളിലൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് തന്നെ പട്ടിണി ഇല്ലാതായിരിക്കുന്നു. പക്ഷേ ഇനി അവർ തന്നെയാണ്, പുതിയ തലമുറ തന്നെയാണ് അവർ തീരുമാനിക്കേണ്ടത്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയാണോ പ്രയത്നിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ നമ്മുടെ ലക്ഷ്യം, അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് നമ്മളിപ്പോൾ ഈ SLC എക്സാം അല്ലെങ്കിൽ +2 എക്സാം ഒക്കെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്നതാണ്, ഫുൾ A+ കിട്ടിയ ആളുകളുടെ ഫോട്ടോസും അവരെക്കുറിച്ചുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരീക്ഷയിൽ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ 1-2 A+ കിട്ടാതെ വരികയും ബാക്കിയെല്ലാം A+ കിട്ടിയോ, അതായത് മുഴുവൻ A+ കിട്ടാതെ 1-2 നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളെ വലിയ കാര്യമായിട്ട് പരിഗണിക്കാതെ വരുന്നൊരു സിറ്റുവേഷൻ. അപ്പോഴാണ് ഈ പല കുട്ടികളും ഈ ഡിപ്രഷനിലേക്ക് പോയിട്ട് ആത്മഹത്യയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ പാഠപുസ്തകങ്ങളോടൊപ്പം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ജീവിത വിജയത്തിൻ്റെ കഥയാണ് ഈ പറഞ്ഞ പത്മാവതി എന്ന് പറയുന്ന ആളുടേത്. നമ്മൾ കുട്ടികൾക്കത് കേൾപ്പിച്ചു കൊടുക്കണം, കുട്ടികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം. ഒരാൾക്ക് ഒരു വിജയം നേടാൻ ഈ വെറും 10ാം ക്ലാസ് SLC എക്സാം മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് പരിശ്രമിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, വിജയം നേടാനുള്ള ആ ഊർജ്ജം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പരിശ്രമിക്കുക, നമുക്ക് വിജയം നമ്മുടെ കൂടെ വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.